ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇന്ന് മുറ്റത്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ, അതാണ് ഞാൻ വീഡിയോ എടുത്തേ. എൻ്റെ റൂമിൻ്റെ അകം മൊത്തം കൊള്ളായി കിടക്കുമായിരുന്നു. കാരണം ഇന്നലത്തെ ഈ ഒരു പണിയായിരുന്നു. ഇന്നലെ കട്ട് ചെയ്യുന്നു, ഓരോ സാധനങ്ങൾ പോകുന്നു, പിന്നെയും കട്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ സാധനം നല്ല അടിപൊളിയായി കിട്ടി കേട്ടോ. നമ്മൾ മറ്റേ ഡെസ്ക് മേക്കോറിൻ്റെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ എല്ലാം റൂമെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ടോ ഞാൻ. രാത്രി ഞാൻ എങ്ങനെയെങ്കിലും റൂം ഇതാക്കിയിട്ട് കിടക്കും. പക്ഷേ ഞാൻ രാവിലെ എനിക്ക് റൂം കാണുമ്പോൾ ക്ലീനായി കിടക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ക്ലീൻ ആക്കും കേട്ടോ. ഇത്ര ക്ലീനാക്കി എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സാധനം അതിരിക്കില്ല. ഇന്ന് എൻ്റെ ബുക്കൊക്കെ ഞാൻ പൊതിയാന്ന് വിചാരിച്ചു കേട്ടോ. ആ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചാണ്. അപ്പോഴത്തേക്കും ഫുഡ് റെഡിയായി. ഇന്ന് കഴിക്കാൻ അപ്പം ചിക്കൻ കറി. കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അമ്മേനെ ചീത്ത കേൾക്കും. അത് നേരത്തെ കഴിച്ചു. നോട്ട്ബുക്കെല്ലാം ഞാൻ ഇന്നലെ തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഇന്ന് കവർ ചെയ്യാൻ വിചാരിച്ചു, കാരണം സ്റ്റാപ്ലറിൻ്റെ പിന്നെ കീറുമായിരുന്നു. ഇത് അമ്മ പെരുമ്പാവൂർ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അവൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത് വാങ്ങിച്ചുകൊണ്ടെന്നാണ്. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പൊതിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ പേപ്പർ കീറിയിരിക്കുന്നത്. അവിടെ മാത്രം ഉണ്ടാവും വിചാരിച്ചപ്പോഴേക്കും പേപ്പർ ഈ ഒരു ബുക്ക് പൊതിയുന്ന സാധനം മുഴുവനും ഉണ്ട്. അങ്ങനെ ബുക്കെല്ലാം പൊതിഞ്ഞ് കഴിയപ്പോഴേക്കും അമ്മ പോയിട്ടോ. ബുക്കൊക്കെ ഞാൻ പൊതിഞ്ഞ് കഴിഞ്ഞു. അങ്ങനെ അപ്പോഴാണ് നെയിം സ്ലിപ്പ് പൊട്ടിക്കുന്ന സമയത്തേക്ക് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ നെയിം സ്ലിപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 5 വർഷമായിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ലാസ്റ്റ് ഈ ഒരു നെയിം സ്ലിപ്പ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വാങ്ങിച്ചിട്ടേ ഇല്ല. 6, 7, 8, 9 ഒക്കെ ഞാൻ ഈ സെയിം നെയിം സ്ലിപ്പാണ് യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ ടെക്സ്റ്റ് നോട്ടൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞു. ലാസ്റ്റ് എൻ്റെ മലയാളം ടെക്സ്റ്റ് പൊതിയാൻ മാത്രം ഇട്ട് ആ കറക്റ്റ് അതിനുള്ളത് പോലും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഇനി പിന്നെ എപ്പോഴെങ്കിലും പൊതിഞ്ഞോളാം. എന്നിട്ട് ഉച്ചയായപ്പോഴേക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഷിൻചാൻ കണ്ടു. ഷിൻചാൻ എൻ്റെ ഫേവറേറ്റ് കാർട്ടൂണാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഷിൻചാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആർട്ട് പേപ്പേഴ്സ് നമുക്ക് മേക്ക് ഓവർ വീഡിയോയിലേക്ക് ചെയ്യാൻ വേണ്ടി ഡ്രോയിങ്സ് ചെയ്തു. പിന്നെ അത് പെയിൻ്റ് അടിച്ചെടുക്കണം. നേരത്തെ പെയിൻ്റ് അടിച്ച സാധനങ്ങൾ നേരത്തെ ഇങ്ങനെ ചെയ്തെടുത്ത കുറേ വാൾ പോസ്റ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാനതെല്ലാം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. പെയിൻ്റ് അടിച്ചെന്ന് പറയാനായിട്ട് ഈ പൗഡറൊക്കെ ഇരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പെയിൻ്റ് ഉണ്ടായിരുന്നില്ല കളർ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഫെവിക്കോളും പൗഡറും കൂടി മിക്സ് ചെയ്ത് ഇച്ചിരി പച്ച കളർ ആഡ് ചെയ്താണ് ആ പച്ച കളർ സാധനം ഞാൻ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ചധികം നേരം ഞാൻ പഠിച്ചു. കാരണം ഞാൻ മാത്സിലെ ആക്വൻസാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ക്ലാസ് കുറച്ച് ദിവസം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടി ഇന്ന് റിവൈസ് ചെയ്തെടുക്കുവാണ്. ഫസ്റ്റ് ഞാൻ ഈ ക്ലാസ് പഠിക്കാനിരിക്കുമ്പോൾ എൻ്റെ നോട്ട് നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ വെറുതെ അങ്ങോട്ട് ഇരിക്കും. എവിടെ നിന്ന് തുടങ്ങണം, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നിർത്തി, അങ്ങനെയൊക്കെ ആലോചിച്ച് കുറേ നേരം നിൽക്കും. എന്നിട്ട് പെട്ടെന്ന് എനിക്കിതിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ഇതാവും. മാത്സ് ഏതെങ്കിലും പ്രോബ്ലം കിട്ടിയിട്ട് നമുക്ക് ചെയ്ത് പഠിച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടും. സാറ്റിസ്ഫൈ ആവും, ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ആവും. നമ്മൾ ആ പ്രോബ്ലം തനിയെ ചെയ്ത് ആൻസർ കണ്ടെത്തി കഴിയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നാൽ ഞങ്ങൾ ഡാൻസിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോ. ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ടുള്ള ക്ലിപ്പാണ് ടയറ്. ഇതൊക്കെ തന്നെ എണീച്ച് ഞാൻ വീണ്ടും കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കേട്ടോ. മാത്സ് തന്നെ ഇരുന്ന് പഠിച്ചത്. മാത്സ് കുറച്ചും കൂടി എനിക്ക് ഈ ചാപ്റ്റർ കുറച്ചും കൂടി തറവാക്കാനുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇത് പഠിച്ചത്. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ മിനി ഡെയിലി വ്ളോഗാണ്. ഇതേപോലത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.